കുറേ നാളായിട്ട് ഇവരെപ്പോഴും ഐസ്ക്രീം വെച്ചിട്ട് എന്തോ ഉണ്ടാക്കിത്തരാന്ന് പറയും. എന്നിട്ട് നമുക്കിട്ട് ഉണ്ടാക്കി തരും. ഒന്നും ഉണ്ടാക്കി തരില്ല. ഇന്നലെ കുറച്ച് ഐസ്ക്രീമും പഴമായിട്ട് പാലായിട്ട് ഇത് ഐസ്ക്രീം വെള്ളം, വേറെ ഒന്നുമില്ല. ഐസ്ക്രീം ഐസ്ക്രീം കാശായില്ലേ? ശക്തമായ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ടും കുറേ ട്രയൽ വീഡിയോസ് ഇട്ട് നോക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടൻസ് നമ്മൾ കുറച്ച് ട്രിപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എങ്ങും പോകുന്നത്. ഇപ്പോൾ ഉടനെ തന്നെ ജോലിയൊക്കെ രാജിവെച്ച് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നതായിരിക്കും. അതിനൊക്കെ പാല് പോയില്ലേ കൊള്ളാല്ലേ? എൻ്റെ റേഷൻ ശരിയായില്ല. പാലായിരിക്കണം. ഇതൊന്നല്ല, ഒരു ഐഡിയ ഇല്ല. ഇത് കുറിച്ചൊന്നും തീരുന്നില്ല. അയ്യോ പറഞ്ഞല്ല. കൊള്ളാം, എന്നാ കൊള്ളെന്ന് പറയാനും പറ്റില്ല. ശരിക്കും കടയിൽ നിന്ന് ബട്ടർ സ്കോച്ചിനൊക്കെ കാരണം ഐസ്ക്രീമല്ലേ അവർ കിട്ടുന്നേ. ആ ടേസ്റ്റ് നിൽക്കും, നമ്മൾ ഉണ്ടാക്കിയാൽ നിൽക്കും. പക്ഷെ നമ്മൾ കടയിൽ പോയി പൈസ കൊടുക്കേണ്ട കാര്യമുള്ളൂ, നമുക്കൊന്നും കിട്ടില്ല. ഒരു ഗ്ലാസ്സിന് അവിടെ എത്ര 120 അല്ലേ കടയിൽ? 3 ഗ്ലാസ് ഉണ്ടാക്കി എത്ര രൂപയായി? 360 രൂപ. ഐസ്ക്രീം എത്ര? 330 രൂപ. പാലിന് 28 രൂപ. ഇല്ല, ഇനി ഇരിക്കൂലേ അതിനകത്ത്? ഹാഫ് ഇരിക്കുമല്ലേ ഇനി? അതെല്ലാ ബിസിനസ്സും അങ്ങനെയാണല്ലോ. അതാണല്ലോ ബിസിനസ്. ലാഭം ആർക്കാ? ശരിക്കും വർഷങ്ങളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ മര്യാദക്കുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല. കണ്ടിന്യൂസ് നമ്മളെപ്പോഴെങ്കിലും ഇടും, കുറച്ച് റീച്ചാവും, പിന്നെ ഇടും. ഇൻസ്റ്റഗ്രാമൊക്കെ ആൾറെഡി നല്ല റീച്ചായി കിടക്കേ, പക്ഷേ യൂട്യൂബാണ് സെറ്റാകാത്തത്. അപ്പം നിങ്ങളെ കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലാത്തവരെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് പിടിച്ച് കയറി വരാം. ഓക്കെ, ബൈ.